കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലത്തിൽ 37 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അട്ടിമറി വിജയം നേടിയത് ന്യൂനപക്ഷ വോട്ടുകളുടെ പിൻബലത്തിൽ. UDF ഭരിക്കുന്ന ചെമ്മനാട്, മുളിയാർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് മാത്രം കഴിഞ്ഞ തവണത്തേക്കാൾ 8111 വോട്ടിന്റെ ലീഡാണ് നിയുക്ത MLA കോൺഗ്രസിന്റെ കെ നീലകണ്ഠന് ഇത്തവണ ലഭിച്ചത്. ഉദുമ നിയോജക മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രമായ ചെമ്മനാട്, മുളിയാർ ഗ്രാമപഞ്ചായത്തുകളിൽ 2021 UDFന് ലഭിച്ച ലീഡും 2026 ലഭിച്ച വോട്ട് ലീഡും പരിശോധിക്കുമ്പോൾ വൻ മുന്നേറ്റമാണ് UDF കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ നീലകണ്ഠന് ലഭിച്ചത്. 2021 UDFന് ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ 3880 വോട്ടുകളുടെ ലീഡാണെങ്കിൽ ഇത്തവണ വോട്ട് ലീഡ് 9554 ഉയർന്നു. മുളിയാർ ഗ്രാമപഞ്ചായത്തിൽ UDF ലീഡ് 2021 780 വോട്ടുകൾ. എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF ലീഡ് 3217 ഉയർന്നു. കൂടാതെ LDF ഭരിക്കുന്ന ഉദുമ ഗ്രാമപഞ്ചായത്തിൽ 1495 വോട്ടിന്റെ ലീഡും നേടാൻ സാധിച്ചു. ഇതോടെ 37 വർഷങ്ങൾക്ക് ശേഷം ഉദുമ നിയോജക മണ്ഡലം UDFന്റെ കൈകളിലായി. ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. മണ്ഡലത്തിലെ നായർ വിഭാഗത്തിന്റെ വോട്ടുകളും വലിയ രീതിയിൽ കെ നീലകണ്ഠനെ പിന്തുണച്ചു. വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഒരിക്കൽ പോലും സിറ്റിംഗ് MLAയും LDF സ്ഥാനാർത്ഥിയുമായ CH കുഞ്ഞമ്പൂവിന് ലീഡ് ചെയ്യാൻ സാധിച്ചില്ല. CPMന് മുൻതൂക്കമുള്ള ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ LDFന് ലഭിച്ചത് 158 വോട്ടുകളുടെ ലീഡ് മാത്രം. ഇതിനു പുറമെ CPM ശക്തി കേന്ദ്രങ്ങളായ ഭേഡെടുക്ക, കുറ്റിക്കോൽ, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് ലീഡ് ലഭിച്ചെങ്കിലും UDF മുന്നേറ്റത്തിനിടയിൽ പരാജയപ്പെട്ടു. അമൃത ന്യൂസ്, കാസർഗോഡ്.